പ്രിയ ഉദ്യോഗാർത്ഥികളെ, വളരെ സന്തോഷകരമുള്ളൊരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. സന്തോഷം മാത്രമല്ല, നിങ്ങൾ ആവേശവും ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2024 15,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിൽ 11,000 മുതൽ 12,000 വരെ പ്രൊബേഷണറി ഓഫീസർ തസ്തികയിലേക്കായിരിക്കും. എനിക്ക് പെട്ടെന്ന് ഈ വാർത്ത കേട്ടപ്പോൾ ഓർമ്മ വന്നത്, വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഈ പരീക്ഷ എഴുതിയപ്പോൾ 296 വേക്കൻസി ആയിരുന്നു. കഴിഞ്ഞ കൊല്ലം 2,000 വേക്കൻസിക്കാണ് വിളിച്ചത്. ആ സ്ഥാനത്താണ് 12,000 വേക്കൻസിക്ക് വിളിക്കാൻ പോകുന്നത്. സാധാരണ ബാങ്ക് പരീക്ഷകളിൽ വരുന്ന വേക്കൻസികളെല്ലാം ഏതാണ്ട് സ്റ്റഡി ആയിരിക്കും, വലിയ വ്യത്യാസം വരില്ല. എന്നാൽ ചില വർഷങ്ങളിൽ പെട്ടെന്നൊരു സ്പൈക്ക് ഉണ്ടാകും. അങ്ങനെ ഒരു സ്പൈക്കിൻ്റെ വർഷമാണ് 2024-25. അവസരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ബാങ്കുകളിലെല്ലാം ധാരാളം ഒഴിവുകൾ നികത്താനായിട്ടുണ്ട് എന്ന പത്രവാർത്തകൾ പുറത്തു വന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ദിനേഷ് ഖാരെ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് ന്യൂസ് പേപ്പറുകൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. 11,000 മുതൽ 12,000 വരെ പ്രൊബേഷണറി ഓഫീസർ തസ്തികകൾ മാത്രം. എന്തുകൊണ്ടാണ് ഇത്തരം വേക്കൻസികൾ ഉണ്ടാകുന്നത്? ഒന്ന്, ഒരു വശത്തൂടെ ധാരാളം ആൾക്കാർ റിട്ടയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് പ്രമോഷൻ കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തസ്തികകളിൽ വേക്കൻസി ഒഴിവ് വരും. പിന്നെ മറുവശത്ത് ബ്രാഞ്ച് എക്സ്പാൻഷൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 23-24 സാമ്പത്തിക വർഷത്തിൽ 139 പുതിയ ബ്രാഞ്ചുകളാണ് തുടങ്ങിയത്. 24-25 സാമ്പത്തിക വർഷത്തിൽ 300 ബ്രാഞ്ചുകൾ തുടങ്ങാൻ പോവുകയാണ്. എല്ലാ ബാങ്കുകൾക്കും വലിയ ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്ലാനുകളാണുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങി വയ്ക്കുന്നു, മറ്റു ബാങ്കുകൾ അവരുടേതായ രീതിയിൽ ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെ പ്രവർത്തനം തുടങ്ങും. അവരും കൂടുതൽ ബ്രാഞ്ച് എക്സ്പാൻഷൻ നടത്തും. അവർക്കും ബിസിനസ് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്കും നമ്പർ ഓഫ് വേക്കൻസീസ് കൂടും. അപ്പോൾ ബാങ്ക് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു വൻ അവസരമാണ് 2024 ഉണ്ടാകാൻ പോകുന്നത്. പരീക്ഷ ഏതാണ്ട് എല്ലാം തന്നെ ഒരു വർഷത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് വരുന്നത്. പ്രിലിമിനറിയും മെയിൻസും. ഒരു പ്രിലിമിനറി പരീക്ഷ ഉണ്ടാകും, പിന്നെ ഒരു മെയിൻസ് പരീക്ഷ ഉണ്ടാകും, പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാകും. ഇങ്ങനെയാണ് ഓഫീസർ പരീക്ഷകളിൽ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ക്ലറിക്കൽ പരീക്ഷ ആവട്ടെ, പ്രിലിമിനറി മെയിൻസ് മാത്രമേ ഉള്ളൂ. മെയിൻസ് പാസ്സായാൽ ജോലി ഉറപ്പായി. നല്ലൊരു വേക്കൻസി എല്ലാ സംസ്ഥാനങ്ങളിലും ക്ലറിക്കൽ തസ്തികകളിലും ഉണ്ടാകും. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി പഠിച്ചു തുടങ്ങുമ്പോൾ ക്ലറിക്കൽ പ്ലസ് ഓഫീസേഴ്സ് എന്ന നിലയ്ക്ക് വേണം പഠിച്ചു തുടങ്ങാൻ. എവിടെയാണ് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത് നമുക്കറിയില്ല. പിന്നെ ഇതൊരു ഷുവർ ഷോട്ടാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഷുവർ ഷോട്ടാണ്. നന്നായി പഠിക്കുന്നവർക്ക് ഇതൊരു ഷുവർ ഷോട്ടാണ്. ഭാഗ്യം പരീക്ഷിക്കുന്നവർ ഒരു കോറമുണ്ടാക്കി വെറുതെ പിരിഞ്ഞു പോകും. അപ്പോൾ നന്നായി പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ 2024 പ്രൊബേഷണറി ഓഫീസർ പരീക്ഷ പാസ്സാവുകയും 2025 ഒരു തുടക്കത്തിൽ തന്നെ നമുക്കൊരു ജോബ് കാർഡ്, ഒരു ജാനുവരി ഫെബ്രുവരി ആകുമ്പോൾ നമ്മുടെ ജോബ് കാർഡ് കയ്യിലിരിക്കും. ഒരു ക്ലാസ് 1 ഓഫീസർ ജോലി കയ്യിലിരിക്കും. ഇന്ത്യയിൽ തന്നെ അതുതന്നെ ഏറ്റവും പ്രമുഖമായ ബാങ്കിൻ്റെ ബ്രാൻഡിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരവും ലഭിക്കും. എക്സലൻറ്റ് പെർക്വസിറ്റ്സ് ആണ് ബാങ്കുകൾ പറയുന്നത്. അവരുടെ C2C കോസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് ഏതാണ്ട് more than 10 lakh rupees ഒരാൾക്ക്, ഒരു പ്രൊബേഷണർക്ക്. ബോംബെയിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊബേഷണറി ഓഫീസറിന് അവരുടെ കോസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് 10 ലക്ഷത്തിന് മുകളിലാണെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു വലിയ അട്രാക്ഷൻ ആകേണ്ട കാര്യമാണ്. നല്ല 1-ാം നമ്പർ സോഷ്യൽ സെക്യൂരിറ്റി, നല്ല ശമ്പളം, നല്ല സോഷ്യൽ സെക്യൂരിറ്റി, നല്ല സ്റ്റേറ്റസ്, ഇതെല്ലാം ബാങ്ക് ജോലി, ബാങ്ക് ഓഫീസർ, ബാങ്ക് ക്ലറിക്കൽ തസ്തികകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്, എപ്പോഴാണ് നിങ്ങളിത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്? പലപ്പോഴും കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പറ്റുന്നൊരു പ്രശ്നം, അവർ പഠിച്ചു തുടങ്ങുന്നത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ്. ഇപ്പോൾ എല്ലാം ഓൺലൈനാണ്. നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നത് ഓൺലൈൻ, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത് ഓൺലൈൻ, നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ഓൺലൈൻ. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഉടനടി തന്നെ റിസൾട്ട് വരും. റിസൾട്ട് വന്നാൽ മെയിൻസും പ്രിലിംസുമായിട്ട് വലിയ സമയം നിങ്ങൾക്ക് കിട്ടില്ല. ഒരു കഷ്ടിച്ചൊരു 35-40 ദിവസം കിട്ടും. ചിലപ്പോൾ അതിനേക്കാൾ കുറവായിരിക്കും കിട്ടുന്നത്. മെയിൻസ് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ റിസൾട്ട് വരുന്നു, ഇൻ്റർവ്യൂ ആയി. അപ്പോൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങുക. ഈ വരുന്ന പരീക്ഷ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഒരു വർഷത്തിൻ്റെ രണ്ടാം പകുതിയിലായിരിക്കും. മെയിൻസ് പരീക്ഷ ഏതാണ്ട് നവംബറിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് കൃത്യമായൊരു 6 മാസം കിട്ടും.
ഏതാണ്ട് ഇത്രയൊക്കെ സമയം വേണം നമുക്ക്, എങ്കിലേ നമുക്ക് ആ ലെവലിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് ഉടനടി പഠിച്ചു തുടങ്ങുക. ഒരു നാഷണൽ ഡെയിലി, പ്രിഫറബിളി ദ ഹിന്ദു, നന്നായിട്ട് വായിക്കുക. നിങ്ങളുടെ ഡെയിലി ഡയറി ഓഫ് ഇവൻറ്റ്സ് കീപ്പ് ചെയ്യുക. ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. പരീക്ഷയുടെ സമസ്ത മേഖലയിലും നിങ്ങളുടെ മികവ് പുലർത്താനായി പ്രവർത്തിച്ചു തുടങ്ങുക. നിശ്ചയദാർഢ്യവും പ്രവർത്തന നൈരന്തര്യവും കൈമുതലായുള്ളവർക്ക് വിജയം ഉറപ്പുവരുത്താം. അവർക്ക് ഇത്തരം പരീക്ഷകൾ ഒരു ബാലികേറാമലയാകില്ല. നന്നായി പഠിക്കുക. ICDയിൽ ബാങ്ക് പരീക്ഷകൾക്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IBPS പരീക്ഷകൾക്കുള്ള ട്രെയിനിങ് ഉണ്ട്. ഞങ്ങൾ വളരെ പ്രൊഫഷണലായിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത്. ഈ വർഷവും അനേകം പേർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊബേഷണറി ഓഫീസർ ടെസ്റ്റ് പാസ്സാവുകയും മെയിൻസ് പാസ്സാവുകയും ഇൻ്റർവ്യൂ പാസ്സായി ജോലി ലഭിക്കുകയും ചെയ്തു. ഞങ്ങളിലൂടെ വിജയിച്ച വിദ്യാർത്ഥികളുടെ വിവരമറിയാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഇവരിൽ പലരുടെയും വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അതിനകത്ത് ഞങ്ങളുടെ വിജയഗാഥകൾ ധാരാളമായുണ്ട്. അവർ പറയുന്നത് കേൾക്കുക. അതൊക്കെ പുതുതായി വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, ഞങ്ങളെ സമീപിക്കുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ, ഉത്തേജനമാകട്ടെ. നന്നായി പഠിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.